ഹായ് ഗൈസ്, നമ്മളിന്നൊരു ചെറിയൊരു ബ്ലീച്ചിങ് വീഡിയോ ആണ് കേട്ടോ ചെയ്യാനായിട്ട് പോകണം. എനിക്ക് നാളെ കഴിഞ്ഞൊരു ചെറിയ ഫംഗ്ഷൻ ഉണ്ട്. ഫംഗ്ഷൻ തന്നെ കേട്ടോ. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഒന്ന് ബ്ലീച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബ്ലീച്ചിങ് എന്ന് പറയുമ്പോൾ ഞാൻ എന്താണ് ബ്ലീച്ചിങ്, അല്ല എങ്ങനെയാണ് ബ്ലീച്ചിങ് ചെയ്യേണ്ടതെന്നൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും വീട്ടിൽ അല്ലെങ്കിൽ പാർലറിൽ ബ്ലീച്ച് ചെയ്യാറുള്ള ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഞാനും ബ്ലീച്ച് ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഞാൻ എന്തിനാണ് ബ്ലീച്ച് ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാലോ. നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മുഖത്തിന് തിളക്കം കിട്ടാനും നമ്മുടെ ആ ടാനൊക്കെ ഒന്ന് ടാനൊക്കെ മറയ്ക്കാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ ടാനൊക്കെ മാറി കിട്ടാനൊക്കെ ആയിട്ടാണ് നമ്മൾ ബ്ലീച്ച് ചെയ്യണത്. അപ്പോൾ ഞാനും ബ്ലീച്ച് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പണ്ട് തൊട്ടേ നമ്മുടെ മുഖം ബ്ലീച്ച് ചെയ്യാന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയാണ് വിറ്റ സാധനം നമ്മുടെ ഫെമ്മാണ് കേട്ടോ. അപ്പോൾ പണ്ട് നേരത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫെം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡൻ ഫെമ്മാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഗോൾഡൻ ഫെമ്മൊക്കെ വെച്ചിട്ട് നമ്മൾ ബ്ലീച്ച് ചെയ്യും. അപ്പോൾ നമ്മുടെ ഫെമ്മിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മൾ ബ്ലീച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ രോമകൂപങ്ങളൊക്കെ ഒന്ന് ആ ഓൾറെഡി കട്ടിൽ നിന്ന് കുറഞ്ഞ് ലൈറ്റ് ആവുമല്ലേ, അതുവഴി നമ്മുടെ മുഖത്തിന് നല്ല തിളക്കം കിട്ടും. അപ്പോൾ രോമമൊക്കെ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ബ്ലീച്ചാണ് യൂസ് ചെയ്യുന്നത് അതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ പണ്ട് ഞാൻ നമ്മുടെ ഗോൾഡൻ ഫെമ്മ് വെച്ചിട്ട് ബ്ലീച്ച് ചെയ്യുമ്പോൾ മുഖത്ത് നിറച്ച് ഫേഷ്യൽ ഹെയർ ഉണ്ട്, എല്ലാം നമ്മുടെ ഒരു സ്വർണ്ണ കളറിൽ ഇരുന്നിട്ട് വെയിലത്തൊക്കെ ഇറങ്ങുമ്പോൾ വെട്ടി തിളങ്ങും കേട്ടോ. അപ്പോൾ ഞാൻ ബ്ലീച്ച് ചെയ്യാൻ പോകുന്നത് ഫെമ്മ് തന്നെയാണ് കേട്ടോ. ഫെമ്മ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡൻ അല്ല, നമ്മുടെ പേളും മിൽക്കും കൂടെ മിക്സ് ആയിട്ടുള്ളത് ഇതേപോലെ ഒരു ഫെമ്മ് വെച്ചിട്ടാണ് കേട്ടോ. ഫെമ്മിൻ്റെ സോറി ഇത് ഈ ഒരു ഫെം വെച്ചിട്ടാണ് ഞാനിന്ന് ബ്ലീച്ച് ചെയ്യാനായിട്ട് പോകണം കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ പേൾ ആൻഡ് മിൽക്ക് എന്നാണ് കേട്ടോ പറയണത്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഒരു 4-5 വട്ടം യൂസ് ചെയ്തിട്ടുണ്ട്. ഫെമ്മിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, ബ്ലീച്ച് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. ബ്ലീച്ച് എന്ന് പറഞ്ഞാൽ ഡെയിലി ചെയ്യുന്ന ഒരു സംഭവമേ അല്ല. ഡെയിലിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന് നല്ല ഡാമേജ് വരും, നല്ല പ്രശ്നങ്ങൾ വരികയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ ബ്ലീച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ചെയ്യാതെ മാസത്തിൽ ഒരു 1-2 വട്ടമൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഡെയിലി ഡെയിലി മീൻസ് 3-4 ദിവസമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് കണ്ടന്റ് മാത്രം എടുത്ത് ചെയ്യാം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫെമ്മെന്നല്ല ബ്ലീച്ചിങ് എന്ന് പറഞ്ഞൊരു പരിപാടി മുഖത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആൾക്കാർ, പിന്നെ ഈ ചെറിയ മുഖക്കുരും പിമ്പിൾസ് ഉള്ള ആൾക്കാരൊക്കെ മാക്സിമം ബ്ലീച്ചിങ് ഒക്കെ ഒഴിവാക്കുക. കാരണം അവർക്ക് സ്കിൻ അലർജി പോലെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ. അതിന് മുമ്പ് ഞാൻ ഇതിന് എത്ര രൂപയാണെന്ന് പറയാം, 34 രൂപയാണ് കേട്ടോ ഇതിന്. അപ്പോൾ ഞാൻ ബ്ലീച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. നാളെ എനിക്ക് ചെറിയ പരിപാടിയുണ്ട്. അപ്പോൾ അത് ബ്ലീച്ച് ചെയ്യാൻ പറ്റില്ല. ഇതേപോലെ ഇതിനകത്തൊരു ക്രീം ഉണ്ടാവും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ആക്ടിവേറ്റർ ഉണ്ടാവും കേട്ടോ. ഇതിനകത്ത് പൊടിയും ഇതിനകത്ത് നിറച്ച് ക്രീമുമാണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യത്തിന് വായിച്ച് മനസ്സിലാക്കാൻ പാകത്തിൽ ഇവരൊരു വലിയൊരു ഡിസ്ക്രിപ്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു വലിയ പേപ്പറാണ്, ഞാൻ നിങ്ങൾക്ക് ഓപ്പണായിട്ട് കാണിക്കാം. ഇത്രയും വലിയൊരു പേപ്പറിൽ എല്ലാ ലാംഗ്വേജിലും ഏത് ലാംഗ്വേജിലും വേണം നിങ്ങൾക്ക് വായിക്കാം. എൻ്റെ നമ്മുടെ മലയാളത്തിൽ വരെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് 8 ഗ്രാമിൻ്റെ പാക്കിലുള്ള മുഴുവൻ ക്രീമും ആക്ടിവേറ്ററും ഒന്നിപ്പിച്ച ശേഷം ഇതിനകത്തൊരു സ്പൂൺ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സ്പൂൺ കൊണ്ട് ഇത് രണ്ടും കൂടി നല്ലപോലെ മിക്സ് ചെയ്യാനൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ബ്ലീച്ച് ചെയ്യാൻ എടുത്തുള്ളിടത്തെല്ലാം ഇത് തേച്ച് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പാച്ച് ടെസ്റ്റ് അത് നിർബന്ധമാണ് കേട്ടോ. നമ്മൾ പിന്നെ 15 മിനിറ്റ് മാത്രമേ ഇത് നമ്മുടെ മുഖത്ത് വെക്കാനുള്ളൂ. 15 മിനിറ്റ് കൂടുതൽ ഒരിക്കലും ബ്ലീച്ചിന് മുഖത്ത് വെച്ചുകൊണ്ടിരിക്കാനായിട്ട് പാടില്ല. പിന്നെ നമുക്ക് തണുത്ത വെള്ളത്തിൽ ഇത് കഴുകുക. പിന്നെ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഇത് റിമൂവ് ചെയ്യുക മുഖത്തിന്. പിന്നെ കഴുകേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിയ ശേഷം വീശി ഉണക്കുക എന്നാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ബ്ലീച്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മുഖം ഒരിക്കലും നല്ല ചൂടായിട്ടുള്ള ടെമ്പറായിട്ടുള്ള മുഖത്തൊന്നും ഒരിക്കലും ബ്ലീച്ച് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല കൂളായിട്ട് തണുത്ത സ്കിന്നിൽ മാത്രം നമ്മൾ ബ്ലീച്ച് ചെയ്യാം. ഓൾറെഡി ഞാനിപ്പോൾ എൻ്റെ മുഖം കഴുകി വാഷ് ചെയ്താണ് കൊണ്ടാൽ എങ്ങനെ അപ്പോൾ നല്ല തണുപ്പുണ്ട് എൻ്റെ മുഖത്തിന്. അപ്പോൾ നിങ്ങൾ ബ്ലീച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുഖമൊക്കെ നല്ലപോലെ കഴുകിയ ശേഷം മാത്രം നമുക്ക് ബ്ലീച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഈ ബ്ലീച്ചിങ്ങിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ ആദ്യം ഞാൻ ഉണ്ടാക്കി ഒരു ഇത് തുറന്നു കേട്ടോ, ക്രീമ് തുറന്നു. അതിനകത്ത് ഇത്രയും കണ്ടന്റ് ഉണ്ട് കേട്ടോ നമ്മുടെ വാക്സിനൊക്കെ പോലെ. ഇത് നമുക്ക് ഈ ഒരു ആക്ടിവേറ്റർ പൊടിച്ചിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വയലറ്റ് കളറാണ്. ഇത് ഞാൻ നേരത്തേക്ക് യൂസ് ചെയ്തിട്ടുണ്ട്, കാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടം. ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഖത്തിന് നല്ല കളറും നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടും കേട്ടോ, നല്ലൊരു തെളിച്ചം കിട്ടും. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഇടാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഇത് മൊത്തത്തിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് തന്നെ ഒരു കുഞ്ഞ് സ്പൂണും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും മിക്സ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ആക്ടിവേറ്ററും ഈ ഒരു ക്രീമും തമ്മിൽ ഒന്ന് മിക്സ് ചെയ്യാം. ഇതുണ്ടോ, ഈ ഒരു കളറിൽ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ്. ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതുമായിട്ട്.
ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ. ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് കറക്റ്റ് അറിയാം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്ലീച്ചിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ലൊരു ഏർപ്പാടൊന്നുമല്ല. എന്തുകൊണ്ടാണ് നമ്മുടെ ബ്ലീച്ച് ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തിന് ഇത്ര ബ്രൈറ്റ്നസ്സും ഒരു റേഡിയൻറ്റ് ലുക്കൊക്കെ വന്നതെന്ന് അറിയാം. ഇതിനകത്ത് ഹൈഡ്രജൻ പെറോക്സൈഡോ അങ്ങനത്തെ എന്തോ ഒരു സംഭവമാണ് ഈ ബ്ലീച്ച് ചെയ്യുന്ന ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിൻ്റെ നമുക്ക് മുഖത്തിന് നിറം നൽകുന്ന ഒരു വസ്തു എന്ന് പറഞ്ഞാൽ മെലാനിനാണ്. അപ്പോൾ മെലാനിൻ്റെ എന്തോ അളവ് കുറയ്ക്കുകയോ അങ്ങനെ എന്തോ ഒരു സെറ്റപ്പൊക്കെയാണ്. അപ്പോൾ ഈ ഒരു സാധനം ഇവിടെ ഒരു റേഡിയൻ്റായിട്ട് ഹൈഡ്രജൻ പെറോക്സൈഡ് റേഡിയൻ്റായിട്ട് പ്രവർത്തിക്കുകയും അതുമൂലമാണ് നമുക്ക് ഒരു നല്ലൊരു ഗ്ലോയും ഒരു ബ്രൈറ്റ്നസ്സൊക്കെ കിട്ടണത്. പക്ഷേ ഇത് ഒട്ടും നമ്മുടെ സ്കിന്നിന് ഒരിക്കലും നല്ലതല്ല. സ്കിൻ പ്രോബ്ലം ഉള്ളവരും നമ്മുടെ പിമ്പിൾസ് ഉള്ളവരൊന്നും മാക്സിമം ഇത് യൂസ് ചെയ്യാതെ ഇരിക്കുക. കാരണം അത്രയ്ക്ക് വലിയ നല്ലതൊന്നുമല്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്താൽ അടിപൊളിയാണ്. അപ്പോൾ എനിക്കിപ്പോൾ പ്രത്യേകിച്ച് സ്കിൻ പ്രോബ്ലമൊന്നും ഇല്ല. കഴിഞ്ഞ ദിവസം കുറച്ച് പാക്കുകളൊക്കെ കിട്ടേണ്ട ഫലമായിട്ട് അവരവിടെ കുറച്ച് കുരുക്കൾ വന്ന് അങ്ങനെ കുറച്ച് പാടുകൾ മാത്രമേ ഉണ്ട്. അപ്പം ഞാൻ എന്തായാലും നല്ല പോലെ മിക്സ് ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ അത് കറക്റ്റ് വരുമ്പോൾ കുറച്ച് നേരം ഒരു 1-2 മിനിറ്റോളം ചെയ്യുമ്പോൾ അത് നല്ല പോലെ മിക്സ് ആവും. ഈ ഒരു ബ്ലൂ കളറിൽ നല്ല പോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് തേക്കേണ്ട വിധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് കണ്ടന്റ് ഒരിക്കലും ഒരു തേക്ക് എടുത്തിട്ട് ചിലപ്പോൾ മുഖം പൊള്ളി പോകാനും ഇച്ചിങ്ങും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വളരെ കുറച്ച് കണ്ടന്റ് മാത്രം എടുത്ത് തേക്കുക. ഒരുപാട് കണ്ടന്റ് മീഡിയം ലെവലിൽ ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ അതിന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. പാച്ച് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കുറച്ച് കണ്ടന്റ് എടുത്ത ശേഷം നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്ന് എവിടെയാണോ ആ ഒരു പോർഷനിൽ നമുക്കിത് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പോർഷനിലൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങോട്ടൊക്കെ ചെയ്യാൻ പറ്റും. നമ്മളിത് കയ്യിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. എന്നിട്ടൊരു 1-2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ 1-2 മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇറിറ്റേഷനോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും. 1 മിനിറ്റോളം നമുക്കിത് വെക്കുക. അപ്പോൾ എനിക്ക് ഇതുണ്ടോ എൻ്റെ കയ്യിലൊരു ചെറിയ സ്ക്രാച്ച് ഉണ്ട്, 2-3 സ്ക്രാച്ച് ഉണ്ടല്ലോ. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പുതിയ കാജൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്മച്ച് പ്രൂഫാണ്, പിന്നെ എൻ്റെ വാട്ടർ പ്രൂഫാണ്. നല്ല അടിപൊളി കാജൽ. ഇത് ഞാൻ മുഖം കഴിയുമ്പോൾ സോപ്പിട്ട് എൻ്റെ കൈ കഴുകിയതാണ്. പക്ഷേ ഇത് എന്ത് ആരും ഒരു പോണില്ല എന്ന് പറയുന്നത് ഉണ്ടാവും. എങ്ങനെ ചെയ്താലും ഇത് പോകത്തില്ല. ഇത് തേച്ച് വെച്ചിട്ട് കാര്യമുണ്ടോ ഭയങ്കര പാടാ പോകാനായിട്ട്. പക്ഷേ ഇത് ആകെ എണ്ണ തൂത്ത് കഴിഞ്ഞാൽ പോകുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ്. എനിക്കിത് തേച്ചിട്ട് അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നല്ല കൂളായിട്ടുണ്ട്, നല്ല പോലെ തണുക്കുന്നുണ്ട് കേട്ടോ. എന്നാലും ഞാനൊരു 1-2 മിനിറ്റ് വെച്ചിട്ട് വരാം. ഗൈസ്, അപ്പോൾ എനിക്ക് ഇത്രയും നേരമായിട്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഞാൻ കയ്യിൽ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനിപ്പോൾ ഒന്ന് കഴുകിക്കളയണം. അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് കഴുകിക്കളയണം. അപ്പോൾ നമുക്കിതിന് ഡയറക്റ്റ് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം അല്ലേ. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ ഇതിനെ കുറച്ച് എടുത്തു. ഇതിപ്പോൾ ഈ ഒരു ക്രീം മൊത്തത്തിൽ എനിക്ക് ആവശ്യമില്ല, കാരണം അതെനിക്ക് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫേസിൽ തേക്കാം. പിന്നെ തേക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ പോർഷനും ഒക്കെ ഒന്ന് മാറ്റി തേക്കുക കേട്ടോ. കണ്ണിലേക്കൊന്നും മാക്സിമം പോവാതെ തേക്കുക കേട്ടോ. കണ്ണിലേക്ക് പോയില്ലേലും എനിക്കിപ്പോൾ എൻ്റെ കണ്ണ് എരിയാനായിട്ട് തുടങ്ങിയിട്ടായി. എൻ്റെ മുഖത്ത് ചെറിയ മുഖക്കുരിയൊക്കെ ഞാൻ പൊട്ടിച്ച പാടുകളുണ്ട്. അപ്പോൾ ചെറിയ നീറ്റലുണ്ട് കേട്ടോ. അവിടേക്ക് രാസപ്രവർത്തനം നടക്കുന്ന കൊണ്ട് ഒരു ചെറിയ നീറ്റലുണ്ടാകും. അപ്പോൾ നിങ്ങൾ മാക്സിമം മുഖക്കുരി പൊട്ടിച്ച പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ബ്ലീച്ച് ചെയ്യാതിരിക്കുക കേട്ടോ. നമുക്കിത് ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യുന്നത് കൂടുതലും കൈ കൊണ്ടിട്ടാണ് കേട്ടോ. അതാണ് കൂടുതലും വശം അതാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കൈ കൊണ്ട് ചെയ്യണത്. അപ്പം നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് എവിടെ കാണാൻ വേണ്ട ഒക്കെ ചെയ്തെടുക്കാം. ഇപ്പം വന്ന് ഞാനിപ്പോൾ ക്യാമറയിലൊക്കെ നോക്കി അതൊക്കെ ചെയ്യാനായിട്ട് പഠിച്ച കേസ്. മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ക്യാമറ നോക്കി ഇങ്ങനെ ഒന്നും ചെയ്യാനായിട്ടേ അറിയത്തില്ലായിരുന്നു. നമ്മൾ വീട്ടിൽ തന്നെ ബ്ലീച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ, ഫെമ്മിൻ്റെ ബ്ലീച്ചാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു പാർലറിൽ പോയിട്ട് ബ്ലീച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലീച്ചിന് 350 രൂപയാണെന്ന് തോന്നുന്നത് ഏറ്റവും കുറവ്. പക്ഷെ അത് എനിക്ക് പാർലറിൽ നേരത്തെ എൻ്റെ അമ്മയൊക്കെ പോയി ചെയ്തിട്ട് എനിക്ക് നല്ലൊരു ലുക്കൊന്നും എനിക്ക് കിട്ടിയില്ല. അമ്മയ്ക്ക് പാർലറിൽ പോയിട്ട് ബ്ലീച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വലിയ സെറ്റപ്പൊന്നും തോന്നിയിട്ടില്ല. അതിലും എനിക്ക് നല്ല സെറ്റ് ഈ ഒരു സാധനം ബ്ലീച്ച് ചെയ്തിട്ട് അടിപൊളിയാണ് കേട്ടോ.
സ്മെല്ല് അയ്യോ സഹിക്കാൻ പറ്റില്ല. നമ്മുടെ മൂക്കിലേക്ക് അടിച്ച് കയറുകയാണ് സ്മെല്ല്. എൻ്റെ പൊന്നാ ഞാനിവിടെ ഒരു റായ്ക്ക് കൊണ്ടുവച്ചു. കാരണം എനിക്ക് ബേബി ഹെയർസ് കുറേ പുതിയതായിട്ട് വളർന്ന് വരുന്നതുകൊണ്ട് എൻ്റെ മുടി മൊത്തവും ഈ ഫ്രണ്ടോട്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ് ഗേൾസ്. അതുകൊണ്ട് അതെനിക്കൊരു ചെറിയൊരു ചെറുതല്ലൊരു വലിയ ടാസ്ക്കാണ്. പക്ഷെ ഞാൻ ഇവിടെ ഒരു ഹെയർ ബാൻഡ് കൊണ്ട് വെച്ചു, പക്ഷെ കണ്ടില്ല. പൊടിക്കും ഞാൻ ഇവിടെ കൂടെ തേച്ച് കൊടുക്കാം. നമ്മുടെ അയ്യോ അല്ലേ തന്നെ എൻ്റെ ഐബ്രോയിൽ കളർ ഇല്ല. ഇതും കൂടെ തേച്ചിട്ടുള്ള കളറും കൂടെ അങ്ങ് പോവാതിരിക്കട്ടെ. ഇവിടെ നല്ല ലൈറ്റായിട്ട് തേച്ച് കൊടുക്കണ്ടേ, കൺപോളയിലേക്ക് പോകരുത് കേട്ടോ. അല്ലെ തന്നെ എൻ്റെ കണ്ടിയിലേക്കും പുരുവത്തിനൊന്നും തീരെ കളറില്ല. അതിൻ്റെ കൂടുതൽ ഇനിയിപ്പോൾ അയ്യും കൂടെ പറ്റിയ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ ഗൈസ്, നമ്മൾ ഇപ്പം നമ്മുടെ മുഖത്തെ പരിപാടി ഏതാണ്ടൊക്കെ ഒന്ന് ഫിനിഷിങ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നെക്കിലൂടെ തേച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒത്തിരി മിച്ചമുണ്ട്. എനിക്ക് അമ്മയ്ക്കും ആവശ്യത്തിലധികം തേക്കാനുള്ളതുണ്ട്. അപ്പോൾ ഞാൻ ബാലൻസ് ഉള്ളത് എൻ്റെ നെക്കിലൂടെ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും ഞാൻ ഒരുപാട് കണ്ടൻറ്റ് എടുത്ത് തേക്കുന്നില്ല. കുറച്ചെടുത്ത ശേഷം എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്തിട്ടാണ് ഞാനിത് തേച്ച് കൊടുക്കണം കേട്ടോ. നല്ല ഗ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്കിന്ന് നല്ല ഗ്ലോ ആവാനായിട്ട് അടിപൊളിയാണ് ബ്ലീച്ച് ചെയ്ത് കഴിഞ്ഞാൽ. എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ കാലത്തൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. ഞാൻ പാർലറിലൊന്നും പോയിട്ട് ഇതുവരെ ബ്ലീച്ചൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് തേച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമാണ്. ബെസ്റ്റ് ടൈമാണ്. ഏറ്റവും വലിയ കാര്യം തന്നെ ടൈമാണ്. കാരണം ടൈം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഒരു ഇതാവുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു 15 മിനിറ്റത്തേക്ക് ഇനി നമുക്ക് ഇതിങ്ങനെ തന്നെ വെച്ചൊന്ന് ഡ്രൈ ആക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളത് വാഷ് ചെയ്യട്ടോ. നമ്മുടെ നോർമൽ തണുത്ത വാട്ടർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം എന്നൊന്നുമില്ല കേട്ടോ. നമ്മുടെ സാധാരണ പൈപ്പിൽ കൂടെ തന്നെ തണുത്ത വെള്ളത്തിൽ നമുക്കിത് മുഖം കഴുകി കളയാം കേട്ടോ. അപ്പോൾ കറക്റ്റ് 15 മിനിറ്റ് 20 മിനിറ്റിലൊക്കെ ഒന്നും പോയത് 15 മിനിറ്റ് ആകുമ്പോഴത്തേനും നമുക്കത് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊരു 15 മിനിറ്റ് ആയിട്ടൊന്ന് വാഷ് ചെയ്ത് കളഞ്ഞിട്ടേ ഇനി വരത്തുള്ളൂ കേട്ടോ. ഗൈസ്, നമ്മളിപ്പോൾ ഒരു നോർമൽ വാട്ടറിൽ ജസ്റ്റ് മുഖം ഒന്ന് കഴുകിയിട്ടുണ്ട് കേട്ടോ. അപ്പം മുഖം കഴുകി കഴിയുമ്പോൾ നമ്മൾ വീശി ഉണക്കണം എന്നാണ് കേട്ടോ പറയുന്നത്. വീശി ഉണക്കാം കേട്ടോ. വീശി പെട്ടെന്ന് ഉണങ്ങും. പക്ഷെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തുടച്ചു കൊടുത്തിട്ട് നമ്മളൊന്ന് വീശി കൊടുക്കാം കേട്ടോ. വീശുമ്പോൾ അല്ല അല്ലെങ്കിൽ ഡ്രൈയറോ എന്തെങ്കിലുമൊക്കെ വെച്ച് ഒന്ന് കാറ്റ് കൊണ്ട് ഉണക്കുന്നതാണ് കേട്ടോ ബെസ്റ്റ്. അപ്പോൾ നമുക്കൊരു നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തന്നെ കിട്ടും കേട്ടോ. പിന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു നാളെ കഴിഞ്ഞൊക്കെ ആകുമ്പോൾ നല്ല ഗ്ലോ ആയിട്ട് നമുക്ക് ഇരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ലതല്ല ഒട്ടുമിക്കവാറും ട്രൈ ചെയ്യാറുള്ളതാണ്. എന്നാലും നമ്മുടെ ഈ ഒരു ഫെം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി നല്ല ഗ്ലോ തരും കേട്ടോ. നമ്മൾ പേളെന്നൊക്കെ പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ, നല്ല അടിപൊളി ഒരു ഗ്ലോ തരും. ഇപ്പോൾ തൻ്റെ മുഖത്ത് നിന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ബ്ലീച്ചൊക്കെ ചെയ്യുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും മുഖത്തില്ലാത്ത പിമ്പിൾസ് ഒന്നും ഇല്ലാത്തവർ വേണമായിട്ട് ചെയ്യേണ്ടത്. പിമ്പിൾസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് തിന്നായിട്ടുള്ള ലെയർ ആയിട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.